നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടില്ല എന്ന് വെച്ചാൽ ഇനി കസ്റ്റഡി അപേക്ഷ കൊടുത്തെന്നിരിക്കും. സംഗതി മാൻ മിസ്സിംഗ് കേസാണ്. കോടതിക്ക് കണ്ണും പൂട്ടി ജാമ്യം തരാൻ പറ്റില്ല നിധി. നമ്മളിപ്പോ ജാമ്യാപേക്ഷ മൂവ് ചെയ്താലും പ്രോസിക്യൂഷൻ അതിനെ ശക്തമായി എതിർക്കും. ഗൗതം പുറത്തിറങ്ങിയ കക്ഷികളെ സ്വാധീനിക്കുമെന്നും ചിലപ്പോ പ്രണവിന്റെ ജീവന് തന്നെ ആപത്താണെന്നും വാദിച്ചു വന്നു. ഇതില് വേറൊരു കോംപ്ലിക്കേഷൻ ഉള്ളത്, പ്രണവ് എവിടെയാണെന്ന് ഗൗതം സമ്മതിക്കുകയോ കുറ്റസമ്മതം നടത്തുകയോ ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ ഇനിയും ചോദ്യം ചെയ്യല് വേണ്ടിവരും. സോ പെട്ടെന്ന് റിലീസ് ചെയ്യാന്ന് പറയുന്നത് നടക്കുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഒരു വഴിയുമില്ല മാഡം. വെറുതെ ഒരു ജാമ്യാപേക്ഷ വെക്കാമെന്നേ ഉള്ളൂ. പ്രണവിനെ കുറിച്ച് കൃത്യമായ എന്തെങ്കിലും ഒരു അറിവ് കിട്ടാതെ ഒരു കാരണവശാലും കോടതി ജാമ്യം അനുവദിക്കില്ല. അതിന് ശ്രമിച്ചിട്ട് കാര്യവും ഇല്ല. പ്രണവിനെ സ്വന്തം മകനെ പോലെ കാണുന്ന ആളാ ഗൗതം. അവനെതിരായിട്ട് ഗൗതം ഒന്നും ചെയ്യില്ല. നിധി പറയുന്നതൊക്കെ യാഥാർത്ഥ്യങ്ങളായിരിക്കാം. പക്ഷേ കോടതിയെ ബോധ്യപ്പെടുത്താൻ അതൊന്നും പോരാ. ഗൗതമിന് ജാമ്യം കിട്ടണമെങ്കിൽ പ്രണവ് ഒളിവിൽ നിന്ന് പുറത്തു വന്നേ പറ്റൂ. ഞാനെന്നല്ല, ഏത് വക്കീലും ഇത് തന്നെ പറയൂ. വേറെ വഴിയില്ല നിധി. ജീവനിൽ കൊളുത്തി നീറുമെൻ കിനാക്കളിൽ നീയൊരാൾ നിറഞ്ഞിതാ. വീണു പോകുമോരോ തുള്ളിച്ചോരപ്പാടിലാകെ നീ മാഞ്ഞു മാഞ്ഞു മെല്ലെ മെല്ലെ താഴുമോർമ്മയാകെ നീ. ഹലോ മോളെ. അമ്മാവ, എനിക്കൊരു മനസമാധാനവുമില്ല. അതുകൊണ്ടാ അമ്മാവനെ വിളിച്ചത്. ഒരു ഭാഗത്ത് ഗൗതം ജയിലിൽ കിടക്കുന്നു, മറുവശത്ത് പ്രണവ് എവിടെയാണെന്ന് പോലും അറിയില്ല. അമ്മയാണെങ്കിൽ കരഞ്ഞു വിളിച്ച് കിടപ്പ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു ഊഹമില്ല അമ്മാവ. നീ തളർന്നു പോരുത് മോളെ. ഗൗതമിനെ ജയിലിൽ നിറക്കണം. പ്രണവിനെ കണ്ടുപിടിക്കുകയും വേണം. അതിന് മുൻകൈ എടുക്കാൻ നീയല്ലാതെ വേറെ ആരുമില്ല. അറിയാലോ? എല്ലാം അറിയാം. പക്ഷെ എന്ത് ചെയ്യാനോ? എതിർപക്ഷത്ത് നിൽക്കുന്നത് ആ CKC അല്ലേ? എനിക്കറിയാം. അയാളും അയാളുടെ ഭാര്യ ജ്യോതിർമയും ചേർന്ന് പ്രണവിനെ പിടിച്ചുകൊണ്ട് പോയതും കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നതും. നിസ്സാരക്കാരല്ലല്ലോ അവര്. നിയമത്തിന്റെ വഴിയിൽ പോകാവുന്നിടത്തോളം പോണം. അതേ ഇപ്പൊ മോൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പോലീസിനൊക്കെ ആ CKC വിലക്കെടുത്തിരിക്കുക. ഗൗതം ഇങ്ങനൊരു ക്രൂരത പ്രണവിനോട് ചെയ്യുമെന്ന് അമ്മാവിന് തോന്നുന്നുണ്ടോ? ഗൗതമിനെ എനിക്കറിയാം മോളെ. പക്ഷേ തെളിവുകളെല്ലാം എതിരായി പോയില്ലേ? ഇങ്ങനെ ഒരു കൂട്ടത്തിൽ ഗൗതം എങ്ങനെ ചെന്ന് വീണു കൊടുത്തു? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എയർപോർട്ടിലേക്ക് പോവായിരുന്നു പ്രണവ്, ഡൽഹിയിലേക്ക് പോവാൻ. അത് സത്യം തന്നെയാ. വഴിയില് അവനെ കുറെ ഗുണ്ടകൾ അറ്റാക്ക് ചെയ്തു. സത്യത്തിൽ ഗൗതമ പ്രണവിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്. വഴിക്ക് വെച്ച് ഗൗതമിന്റെ കാറ് പഞ്ചറായി. പഞ്ചർ കടയിൽ നിന്ന് ആളെ കൊണ്ടുവരുമ്പോ പ്രണവിനെ കാണാനില്ല. എന്താ
സംഭവിച്ചെന്ന് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല അമ്മാവ. ആ സംഭവത്തിന് പിന്നിൽ എന്തോ നിഗൂഢതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മോള് പിന്നെ ഗൗതമിനെ കണ്ട് സംസാരിച്ചായിരുന്നോ? ഇല്ല അമ്മാവ. വക്കീല് പെർമിഷന് കൊടുത്തിട്ടുണ്ട്. നാളെ എന്തായാലും ഞാനും വക്കീലും കൂടി ഗൗതമിനെ പോയി കാണുന്നുണ്ട്. അത് വേണം മോളെ, കാണണം. ഗൗതമിന് തന്നെ ഈ കേസിൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടാക്കി തരാൻ പറ്റും. എന്റെ മനസ്സ് അങ്ങനെയാ പറയുന്നത്. നാളെ ഞാൻ ഗൗതമിനെ കണ്ടിട്ട് വിളിക്കാം. വെക്കട്ടെ അമ്മാവ. ശരി മോളെ. ഗൗതമിനോട് എന്താ ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ജയിലിൽ കിടക്കുന്ന ഒരുത്തിന്റെ അടുത്ത് വന്ന് സുഖമാണെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ഏയ്, നീ കരയല്ലേ? എനിക്ക് പുറത്ത് നീ മാത്രമേ ഉള്ളൂ. നീ തകർന്നു പോയാ അവിടെ എന്റെ പ്രതീക്ഷകൾ അസ്തമിക്കും. ലതാദേവി വക്കീലിന് ഗൗതമിനോട് നേരിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. മാഡം, ഗൗതത്തിന്റെ വക്കീൽ ശിവപ്രസാദ് സാറാ നിധിയെ ഞാനുമായിട്ട് കണക്ട് ചെയ്തത്. ഞാൻ സാറുമായിട്ട് ഡിസ്കസ് ചെയ്തു. സാറാ പറഞ്ഞത് ഗൗതമിനെ ഒന്ന് നേരിൽ കാണണമെന്നും കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നും. മേഡത്തോടെല്ലാം നിധി പറഞ്ഞു കാണുമല്ലോ. അതിലിനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. എനിക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് പ്രണവും ഗുണ്ടകളും തമ്മിൽ റോഡിൽ വെച്ച് ഒരു അടിപിടി ഉണ്ടായിന്ന് പറഞ്ഞില്ലേ? അതിലാരെയെങ്കിലും ഗൗതം മുൻപ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല മേഡം, അങ്ങനെ ആരുടെയും മുഖം മുമ്പ് ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. മാഡം എന്താ അങ്ങനെ ചോദിച്ച? അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാനാണ് ചോദിച്ചത്. എന്റെ അടുത്ത സംശയം, ഗൗതമിന്റെ കാറ് പ്രണവിനെയും കൊണ്ട് പോകുന്ന വഴിക്ക് പഞ്ചറായെന്ന് നിധി പറഞ്ഞു. അത് സ്വാഭാവികമായി സംഭവിച്ചതാണോ അതോ മനഃപൂർവ്വം ആരെങ്കിലും പഞ്ചറാക്കിയതാണോ എന്ന് സംശയമുണ്ടോ?